ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. സാമ്പത്തിക പ്രതിസന്ധിയാണ് അടച്ചുപൂട്ടലിന് കാരണം. വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ മുഖേനയാണ് ജനകീയ ഹോട്ടൽ സംസ്ഥാനത്ത് വ്യാപകമാക്കിയത്. തുടക്കത്തിൽ 20 രൂപയ്ക്കാണ് ഊണ് നൽകിയിരുന്നത്. ഒരു ഊണിന് 10 രൂപ സർക്കാർ സബ്സിഡിയും നൽകിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളാണ് കെട്ടിടം, വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടത്. എന്നാൽ ഗുരുവായൂരിൽ ഇത് ബാധകമായിരുന്നില്ല എന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. 2023 ഓഗസ്റ്റ് മുതൽ ഊണിനുള്ള സർക്കാർ സബ്സിഡി ഒഴിവാക്കിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും നിരക്ക് 30 രൂപയായി ഉയർത്തി. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതായതോടെ സംസ്ഥാന വ്യാപകമായി ജനകീയ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. എന്നാൽ ഗുരുവായൂരിലെ ഹോട്ടൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 1 മാസത്തോളമായി ഇതും പ്രവർത്തിക്കുന്നില്ല. ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ 30 രൂപയ്ക്ക് ഊണ് നൽകി ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നടത്തിപ്പുകാർ. പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ ഊണിന് 100 രൂപ വാങ്ങിക്കുമ്പോൾ ഇവിടെ 50 രൂപയെങ്കിലും ഈടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നഗരസഭ ഇക്കാര്യം അംഗീകരിക്കാതായതോടെയാണ് ഹോട്ടൽ പൂട്ടിയത്. ഹോട്ടൽ തുറക്കാതായതോടെ കഴിഞ്ഞ ദിവസം നഗരസഭ കുടുംബശ്രീ അംഗങ്ങളെ വിളിച്ചുവരുത്തി ചർച്ച നടത്തിയിരുന്നു. എന്ത് നഷ്ടം സഹിച്ചും ജനകീയ ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നഗരസഭ മുന്നോട്ട് വച്ചത്. കടബാധ്യത വർദ്ധിക്കുകയും ചെലവുകൾ നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിലാകുകയും ചെയ്തതോടെ ഇനിയൊരു പരീക്ഷണത്തിന് തയ്യാറല്ലെന്ന നിലപാടിലാണ് നടത്തിപ്പുകാർ. TCV ന്യൂസ്, ഗുരുവായൂർ.